പിന്നെ ഇത് നേരെ വരുന്നത് 4H നമ്മളെ ചെളി മണ്ണ്. ഓഫ് റോഡ് വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷോറൂമിൽ നിന്ന്. നമുക്ക് കുറച്ച് മണ്ണായതിനു ശേഷമുള്ള ഡീറ്റെയിൽസ് ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് മുഹമ്മദ് ഭായിയുടെ വണ്ടിയിലാണ്. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും ഇതിൽ ആഡ് ചെയ്ത കുറച്ച് ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മുഹമ്മദ് ഭായിയുടെ വണ്ടിയാണ്. 2011 മോഡൽ CRDe എഞ്ചിനാണ് ഇത് വരുന്നത്. താർ മഹീന്ദ്രയുടെ. ഇതിന് മോഡിഫിക്കേഷൻ മെയിനായിട്ട് ഹെല്ലയുടെ 2 ലൈറ്റ് വരുന്നുണ്ട്. 10-11,000 രൂപ വരുന്നുണ്ട് അതിന്. പിന്നെ ഒരു വിഞ്ച് കൊടുത്തിട്ടുണ്ട് റിക്കവറിക്ക് വേണ്ടിയിട്ട്. ഇതിന് ഏകദേശം 40 റേഞ്ച് വരുന്നത്, 40,000 രൂപയോളം വരുന്നുണ്ട് ഇതിന്. ഇതാണ് ഒരു 4 ടൺ വരെ ഇതിൽ വലിക്കാം. ഇതിൻ്റെ 2 ബമ്പറുകളും ഓഫ് റോഡ് ബമ്പേഴ്സ് വെച്ചതാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് പറയുന്നത് ഈ ഒരു പാർട്ട് ലിംബ് റൈസർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ കൊമ്പുകൾ ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് വരുന്നത് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് നല്ല ഹാർഡായിട്ട് ഫിക്സ് ചെയ്താണ് ഇതിൽ. ഈ വണ്ടിയിൽ വരുന്ന MT ടയേഴ്സാണ് മട്ടറ എന്ന് പറയുന്നത്. 31 ഇഞ്ചാണ് ഇത് വരുന്നത്. ഓഫ് റോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ ടയറിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒന്നിന് തന്നെ 23,000 രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ താറിൻ്റെ CRDe ഫോഗ് ലാംപ്സ് വെച്ചിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്. വണ്ടിയുടെ മിറർ വരുന്നുണ്ട്. ഇത് കുറച്ച് ഭയങ്കര വ്യൂ ഉള്ളതാണ്. ഇത് എക്സ്ട്രാ വേറെ ചെയ്തതാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് നമ്മൾ കാണുന്നത് വളരെ ഹാർഡാണ്. നമ്മൾ കയറി നിന്നാൽ പോലും ഒരു കുലുക്കം വരാത്ത ടൈപ്പ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്കിവിടെ കാണാം. 200 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഓഫ് റോഡിൽ പോവുകയാണെങ്കിൽ അത്രയ്ക്കും കംഫർട്ട് തരുന്നത്. പിന്നെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ബ്രേക്ക് ലൈറ്റിന് താഴെ എക്സോസ്റ്റ് ഒരു സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടയർ. MT മട്ടറൈൻ 117 സ്പോർട്ട് സിൽവർ സ്റ്റോൺ ആണ് കമ്പനി വരുന്നത്. പിന്നെ നമ്മുടെ ഈ വണ്ടിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹൈ ലിഫ്റ്റ് ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഫാം ജാക്ക് എന്ന് പറയും. എവിടെയെങ്കിലും വണ്ടി ട്രാപ്പ് ആവുകയാണെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ജാക്കിന് ഏകദേശം 8,000 രൂപ ചാർജ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 4x4 സ്റ്റിക്കർ വരുന്നുണ്ട്. വണ്ടി 4x4 ആണ് വരുന്നത്. 4 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ എടുത്ത് പറയേണ്ടത് വണ്ടിയുടെ ഹുഡാണ്. ഹുഡ് സോഫ്റ്റ് ഹുഡാണ് വരുന്നത്. ഈ ഒരു ഗ്രില്ല് വേറെ എക്സ്ട്രാ ചെയ്തതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം അത്യാവശ്യം മണ്ണിൽ കിടക്കുകയാണ്. നമുക്ക് താറിൻ്റെ എൻജിൻ കൂടെ ഒന്ന് കാണാം. ഈ 2 ലോക്കിന് പുറമെ ബോണ്ടിന് ഉള്ളിലൊരു റിലീസിങ് ബട്ടൺ കൂടെ ഉണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് പൊന്തിക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ നോക്കുകയാണെങ്കിൽ 2498 cc ഡീസൽ എൻജിനാണ് വരുന്നത്. CRDe എന്ന ടെക്നോളജിയാണ് ഇതിന് വരുന്നത്. കോമൺ റൈഡ് ഡയറക്റ്റ് എൻജിൻ എന്ന് പറയുന്നത്. നോർമൽ റൈഡാണെങ്കിലും ഓഫ് റോഡ് റൈഡാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എൻജിനാണ് CRDe എൻജിൻ.
1800 RPM 247 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോ RPM ഒരു ഫ്ലാറ്റ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ എഞ്ചിനിൽ വരുന്നുണ്ട്. ഈ എക്സ്ട്രാ വെച്ച യൂണിറ്റ് വിഞ്ചിന് വേണ്ടി വരുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. ഇതിൻ്റെ 4-wheel ഡ്രൈവിൻ്റെ നമുക്ക് ഗിയർ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണെന്ന് പറയാം. ഇത് 2H ഇപ്പോൾ കിടക്കണത്. നമ്മൾ നോർമൽ ടെറൈനിൽ റോഡ് അതേപോലത്തെ സ്ഥലത്തും കൂടെ ഓടുമ്പോഴുള്ള ടെറൈനാണ്. പിന്നെ ഇത് നേരെ വരുന്നത് 4H നമ്മളെ ചെളി, മഡ്, മണ്ണ് അങ്ങനത്തെ ടെറൈനിൽ ഓടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് ന്യൂട്രൽ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ 4L എന്ന് പറയുന്നത് കുത്തനെയുള്ള കയറ്റങ്ങൾ, അങ്ങനെ നല്ല കയറ്റവും ഇറക്കമൊക്കെ വരുന്ന സമയത്ത് വണ്ടിയുടെ ടോർക്ക് കൂടും 4L ഇട്ടാൽ. പിന്നെ ഇതെന്താ വരുന്നത്? ഇത് നമ്മളെ വിഞ്ചിനുള്ള കണക്ഷനാണ്. കട്ടൗട്ട് സ്വിച്ച് വെച്ചേക്കാണ്. കാരണം വെച്ചാൽ അതിന് നല്ല കറണ്ട് വലിക്കും. അപ്പോൾ കറണ്ട് വലിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓണാവും. ഇപ്പോഴേ അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വിഞ്ചിൻ്റെ സ്വിച്ച് വരുന്നത്. വിഞ്ചിനും വിഞ്ച് ഔട്ടും സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. അതെ, ഈ കാണുന്നത് ഇതാണ് വിഞ്ചിൻ്റെ സ്വിച്ച്. ഇത് എക്സ്ട്രാ ചെയ്താണ്. ഫുള്ള് കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 40,000 രൂപ ഏകദേശം. പിന്നെ ബാക്കിലെ സീറ്റ് നമ്മൾ മറ്റേ ഇന്നോവയുടെ സീറ്റ് മാറ്റിയിട്ടുണ്ട്. മറ്റേ ജീപ്പിനൊക്കെ കണ്ട പോലത്തെ സീറ്റല്ല. ഫ്രണ്ടിൽ യാത്രക്ക് സുഖം. അതെ, ഇത് ഏകദേശം ഞാൻ സെക്കൻഡ് എടുത്ത് ചെയ്തത് 5,000 രൂപയും പിന്നെ സീറ്റ് കവറെല്ലാം കൂടി 14,000 രൂപയായി മൊത്തത്തിൽ സീറ്റിൻ്റെ ഇറങ്ങി. സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഇന്നോവൻ്റെ സീറ്റാണ്. ഇന്നോവൻ്റെ ഏറ്റവും ബാക്കിൽ വരുന്ന സീറ്റാണ്. പിന്നെ ഫ്രണ്ടിൽ ഇതിൻ്റെ സീറ്റാണ്, താറിൻ്റെ സീറ്റാണ്. അപ്പോൾ ഇത് പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, AC, ഇതൊക്കെ കമ്പനി തന്നെ. പവർ വിൻഡോയും ഇതെല്ലാം എക്സ്ട്രാ ചെയ്താണ്. പവർ വിൻഡോ ഇത് താറിന് വരുന്ന തന്നെയാണ്. ഇത് താറിന് ബൊലീറോക്കൊക്കെ വരുന്നത്. പിന്നെ മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ കൂടെ വരുന്നതാണോ? അല്ല, നമ്മൾ വേറെ ചെയ്താ. ഈ അസംബിളൊക്കെ തന്നെ ഫോണ് 2 ഉണ്ട്. ഇത് ഈ ഹോണ് ഇത് കൂടിയാണ്, ഇത് സാധാ നോർമൽ ഹോണ്. പിന്നെ ഇത് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. അത് ലൈറ്റിൻ്റെ സ്വിച്ച്, അതും ലൈറ്റിൻ്റെ സ്വിച്ച്. ഒന്ന് ഈ ചെറിയ ലൈറ്റിൻ്റെ, ഒന്ന് ഹെല്ലൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച്. ഇത് AC യുടെ ഫാനിൻ്റെ. പിന്നെ റൂഫ് ഹാർഡ് റൂഫിൻ്റെ പുറമെ നമ്മൾ ഈ കാറിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ പറഞ്ഞ ഈ സാധനം ചെയ്തതാണ്. ഇത് തണുപ്പ് നിൽക്കാനും പെട്ടെന്ന് AC-ൻ്റെ കൂളിംഗ് ഒക്കെ അകത്ത് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നോർമലായിട്ട് മേലെ ഈ ഒരു സീലിംഗ് കാണില്ല. ഇത് AC-യുടെ പ്രൊട്ടക്ഷന് വേണ്ടി എക്സ്ട്രാ ചെയ്തതാണ്. 2 സീറ്റുകൾക്ക് സെൻട്രലായിട്ട് ഹാൻഡ് ബ്രേക്ക് വരുന്ന വണ്ടിയുടെ സീറ്റ് ഏതായാലും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. നമുക്ക് വിഞ്ച് ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് കാണാം. വണ്ടി ഇന്നിലാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം.
ചെറുതായിട്ട് കൊടുത്തോണ്ടിട്ടാ. സ്റ്റാർട്ട് ചെയ്യേ. ഫസ്റ്റിലാണ് നമ്മൾ പോണത്. ഫസ്റ്റിൽ നമ്മൾ സെക്കൻഡിലേക്ക് ഇടാണ്. 4L ഗിയറിൻ്റെ ചെറിയൊരു യൂസ് കാണിക്കാനുള്ള പോക്കാണ്. തേർഡ് ഗിയറിൽ ഇതിപ്പോൾ 4Lലാണ് ഈ മേലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയുമായിട്ട് റൈഡ് പോയി നോക്കാം. മറ്റു രണ്ടുപേരും അവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുകയാണ്. ഏതായാലും നമുക്ക് വണ്ടി എടുത്ത് ഒന്ന് ഓഫ് റോഡിന് ഇറങ്ങി നോക്കാം. വലിയൊരു സ്പീഡിലുള്ള റൈഡോ ഒരു മല കയറ്റാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഈ വന്ന റോഡിലൂടെ നമുക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. പിന്നെ ഈ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ജീപ്പുകളുമായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പഴയ ജീപ്പുകൾക്ക് ഒരു സ്റ്റെയറിങ്ങിന് ഒരു പ്ലേ വന്നിരുന്നു. നമ്മൾ എപ്പോഴും പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ സ്റ്റെയറിങ് എപ്പോഴും നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു പ്ലേ. ഇത് പിന്നീട് അത് മാറ്റമുണ്ടായിരുന്നെങ്കിലും ഈ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഒരു സെഡാൻ ടൈപ്പ് കാറുകളോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ്ലിംഗ് ആണ് ഇതിൻ്റെ പവർ സ്റ്റെയറിംഗ് ഒക്കെ വരുന്നത്. ഇപ്പോൾ 2Hലാണ് പോകുന്നത്. 2Hലാണ്. വാഹനത്തിനോട് ചെറിയൊരു ക്രേസുള്ള ആൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു റൈഡ് പോയി നോക്കണം. കാരണം നമ്മൾ വണ്ടിയുമായിട്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് നല്ലൊരു റോഡാണ്, മിനുസമുള്ള റോഡ്, വലിയ കുണ്ടോ കുഴിയോ ഒന്നും ഇല്ലാത്തത്. പക്ഷേ ഇങ്ങനെ ഒരു റോഡിലൂടെ നമ്മൾ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലുള്ള ഓഫ് റോഡ് വണ്ടികളോടുള്ള നമുക്കുള്ള കൗതുകവും നമുക്കുള്ള ഇഷ്ടവും കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുഹമ്മദ് ഭായ് ഇപ്പോൾ കയ്യിന് ഫ്രാക്ചറായിട്ടും കൂടെ വണ്ടിയെ എടുത്ത് ഓഫ് റോഡ് ട്രിപ്പിനൊക്കെ ഇറങ്ങുന്നത്. വണ്ടിയുടെ ഗിയറിൻ്റെ ഷിഫ്റ്റിംഗ് ആണെങ്കിൽ വളരെ പക്ക സ്മൂത്താണ്.
പഴയ വണ്ടികളിൽ വരുന്ന പോലെയുള്ള 4 വീൽ ഗിയേഴ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പുതിയ വണ്ടികളിൽ ഒരുപാട് സ്വിച്ച് ഐറ്റംസ് ആണ് വരുന്നതെങ്കിലും ഈ പഴയത് ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒന്നാണ്. വണ്ടിയുടെ സസ്പെൻഷൻ നമുക്ക് ഒരിക്കലും മോശം പറയാൻ പറ്റുന്ന ഒന്നല്ല. ഇത്രയും കുഴിയിലൂടെ പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ കൂടെ ഉള്ളിലേക്ക് അത്രയ്ക്ക് ഷെയ്ക്ക് തരുന്നില്ല വണ്ടി. വളരെ സ്മൂത്തായിട്ടാണ് ആളിങ്ങനെ നീങ്ങുന്നത്. അപ്പോൾ ഏതായാലും വണ്ടിയെപ്പറ്റി ഇതിൽ കൂടുതലൊന്നും പറയാനുള്ള പക്ക കിടുവാണ് വണ്ടി. ഓടിച്ചാൽ നമുക്ക് മതി വരാത്ത ഒരു ഐറ്റം. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രാക്കിലൂടെ ഒരു ഓഫ് റോഡ് വണ്ടി. ഫൈബറിൽ വെള്ളം വരുന്ന പരിപാടി ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു വീഡിയോയിൽ വേറൊരു വണ്ടിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.